ഒരു സന്തോഷം പറയും. എപ്പോ നോക്കിയാലും ആ ചിരിച്ച മുഖമാണ്, എവിടെ നോക്കിയാലും. ഞങ്ങളുടെ ലൊക്കേഷനിൽ ഏറ്റവും ശബ്ദത്തിൽ ചിരിക്കുന്നത് ഞാനും രേഷ്മയാണ്. ഞങ്ങള് വന്നാ പിന്നെ പറഞ്ഞിട്ടൊരു രേഷ്മേനെ വിളിച്ചാൽ പറ്റും. രേഷ്മേനെ വിളിച്ചു നോക്കാം. പാവ അവളില്ലാന്നങ്ങനെ പറയൂ. ഹലോ എടി ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. 35 രൂപ ഇട്ട് തരുമോ? 35 രൂപ വെറും 35. വെറും 35. ആ ഇട്ടേരെ നീ ഒന്ന് ജിപേയിൽ ഹായ് അയക്കോ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അച്ഛനിങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് കുഴഞ്ഞു വീണ് ആശുപത്രി കൊണ്ടുപോയി. അപ്പം തന്നെ അച്ഛൻ മരിച്ചു. അങ്ങനെയായിരുന്നു. രാത്രിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ മരിച്ചു എന്നുള്ളത്. അപ്പം നമുക്ക് അച്ഛന് ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ എന്നെ എപ്പോഴും വിളിക്കുന്ന എന്തായാലും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ചോദിക്കുന്ന ആള് പുള്ളി മരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ സ്വപ്നം കാണുകയാണ്, ഇതൊന്നും നടന്നിട്ടില്ല, സ്വപ്നം കാണുകയാണ്, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതായിരുന്നു. എന്നാൽ അത് കടന്നു പോകാനാണ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തത്. രണ്ടുപേരും ഒരുമിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ, അതിന് ഒരു അറ്റം വരെ പോകണമെങ്കിൽ അവിടെ എന്താണ് വർക്കൗട്ട് ആവുന്നത്? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റണം. എല്ലാ റിലേഷൻഷിപ്പിന്റെയും ബേസ് അവിടെ നല്ല ഫ്രണ്ട്ഷിപ്പാണ് വർക്കൗട്ട് ആവേണ്ടത്. ഒരാളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരുമിച്ച് പോകാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ വിട്ടേക്ക് അവരവരുടെ പാട്ടിന്. കഷ്ടപ്പെട്ട് മനസ്സ് മടുത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അടിപൊളി ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വൻ വിപ്ലവം ഉണ്ടാക്കിയ ഒരു സീരിയലുണ്ട്. ആ സീരിയൽ മഞ്ഞുരുവും കാലം. അതിലെ അവസാനം ഇങ്ങനെ ഒരു കുറേ ഓളങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനം ഇത് എവിടെ വന്ന് നിൽക്കുന്നു? ആ കലാശക്കൊട്ടിലെ മെയിൻ നായികയായ നമ്മുടെ സ്വന്തം ജാനിക്കുട്ടിയാണ്. മോനിഷ CS, നമസ്കാരം. വെൽക്കം ടു അവർ ഷോ. എന്താണ് വിശേഷമൊക്കെ? സുഖം. എപ്പോ നോക്കിയാലും ഒരു സന്തോഷം അറിയാമോ? എപ്പോ നോക്കിയാലും ആ ചിരിച്ച മുഖമാണ്, എവിടെ നോക്കിയാലും. ഈ ശബ്ദം ആദ്യമായിട്ട് കേൾക്കണേ. ടിക്ടോക്കിലൊക്കെ മ്യൂസിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ലൊക്കേഷനിൽ ഏറ്റവും ശബ്ദത്തിൽ ചിരിക്കുന്നത് ഞാനും രേഷ്മയാണ്. ഞങ്ങള് വന്നാ പിന്നെ പറഞ്ഞിട്ടൊരു അടുത്ത് തന്നെ ഒരു ഹൊറർ സീരിയലിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. എങ്ങനെ പോകുന്നു മഞ്ഞുരു മറ്റേ നമ്മുടെ മാനത്തെ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോ? മാനത്തെ കൊട്ടാരം ഉഷാറായിട്ട് പോകുന്നു. നല്ല വർക്കാണ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. നമുക്ക് ആ ടീമാണെങ്കിലും ഒരു പ്രശ്നമില്ല, നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന സത്യം. ഞാൻ എത്രയും കാലം ചെയ്തിട്ട് എനിക്ക് അങ്ങനെ നമ്മൾ സിങ്ക് ആവില്ല. ഒന്നെങ്കിൽ ഇപ്പൊ ഞാൻ കുറെ തമിഴൊക്കെ ചെയ്യുമ്പോൾ അവര് ഭയങ്കര പ്രൊഫഷണലാ. അപ്പം എല്ലാവരും അത്രയ്ക്ക് അങ്ങ് മിങ്കിൾ ആവത്തില്ല. എല്ലാവർക്കും ഓരോരോ സെപ്പറേറ്റ് റൂം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മളെല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ആരും തമ്മിൽ ഒരു ഈഗോ ക്ലാഷോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്മൂത്ത് ആയിട്ട് പോകുന്നു. നല്ല രസമാണ്. നമുക്ക് വർക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ഇതുണ്ട്. വർക്കിന് പോവാലോ എന്നുള്ളൊരു ഹാപ്പി. ചെല്ലാനുള്ള അവിടെ പോയ ഒരു അടിപൊളി. നമ്മൾ കോളേജിലൊക്കെ പോകുന്ന പോലെയാ. ടീച്ചർ ഇല്ലാത്ത പീരീഡ്, അങ്ങനത്തെ പീരീഡ് ഒക്കെ എൻജോയ് ചെയ്തിട്ടില്ലേ? ഓ പിന്നെ അത് ഏത് ക്ലാസ്സിലാണ് മെമ്മറി ഉള്ളത്? അങ്ങനത്തെ ഓരോ പീരീഡ് എനിക്ക് ഹൈസ്കൂള് അങ്ങനെ ടീച്ചർ വരാത്ത സമയത്ത് എന്തായിരിക്കും ആദ്യം ചെയ്യുക? അടുത്തിരിക്കുന്നവരോട് കലവില സംസാരിച്ചോണ്ടിരിക്കും. ഈ ക്ലാസ്സിൽ ഒരു ലീഡർ ഉണ്ടാവും, വർത്താനം പറയുന്ന പേരെഴുതുന്ന ഒരാളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ലീഡർ ആയിട്ടുണ്ടോ എവിടെയെങ്കിലും? ആ ക്ലാസ്സിലൊക്കെ ലീഡർ ആയിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലീഡർ. എല്ലാവരും വർത്താനം പറയാൻ വേണ്ടി ലീഡറായ ഓരോരാളും. ഞാൻ പലരോടും മോനിഷനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകട്ടോ എന്ന് പറഞ്ഞപ്പോ തമിഴ്നടിയല്ലേ? തമിഴ്നടിയല്ല, സമ്മതിക്കാനില്ല. അതെന്താണ് ഇത്രയും തമിഴ്നാട്ടിൽ ഇത്രയധികം സ്വീകാര്യത കിട്ടിയത് എങ്ങനെയാണ്? പക്ഷെ അത് എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ചെയ്ത ഫസ്റ്റ് സീരിയലും എനിക്ക് ഹിറ്റായിരുന്നു. അവിടെ ചെയ്തിട്ടുള്ള സീരിയലും അത് ഇവിടുത്തെ ക്യാരക്ടറിന്റെ പേര് ജാനിക്കുട്ടിയായിരുന്നു, അവിടുത്തെ ക്യാരക്ടറിന്റെ പേര് ജാനു ആയിരുന്നു. ഈ രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കരമായിട്ടും രജിസ്റ്റേർഡ് ആയിരുന്നു. അവിടെയും എനിക്ക് ആ സീരിയൽ ഭയങ്കര ഒരു പോപ്പുലർ ആയിരുന്നു. എല്ലാവർക്കും അവിടെ എന്നെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ നാള് താമസിച്ചുകൊണ്ട് എന്റെ തമിഴ് കുറച്ചും കൂടെ ഫ്ലുവൻ്റ് ആയി. ഞാൻ തമിഴില് റീലും കാര്യങ്ങളൊക്കെ ഞാൻ തമിഴില് ചെയ്യും.
ഇപ്പം ഞാൻ ഇന്നലെ തന്നെ ഒരു ഫോട്ടോഷൂട്ടിന് പോയപ്പോൾ അവിടെ അതിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഫോൺ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു, കാരണം നിങ്ങൾക്ക് മലയാളം അറിയത്തില്ലല്ലോ, തമിഴ് എനിക്കും അറിയില്ല. അങ്ങനെയാണ് എല്ലാവർക്കും ഞാൻ തമിഴാണ് എന്നുള്ളൊരു ഫീല് വന്നു തുടങ്ങി. അതുകൊണ്ട് ഇപ്പൊ ഞാൻ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് റീൽ ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് കമന്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തമിഴ് ഫാൻസ് ഇഷ്ടം പോലെ മലയാളികൾ തമിഴന്മാരുന്നുണ്ട്. അടി എന്താ ആരായിരിക്കും എന്റെ മുമ്പിൽ? രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കം നടക്കുക, ഞങ്ങളുടെയാണ്. നന്നായി. ഇപ്പൊ കന്നഡയിലോ ഏതെങ്കിലും തെലുങ്കിലും കൂടി അഭിനയിപ്പിക്കും. ഞാൻ തെലുങ്ക് ചെയ്തു. അത് ജെമിനി ടിവിക്ക് വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സംസാരിക്കാൻ ആദ്യമൊക്കെ. എന്താണ് എക്സ്പീരിയൻസ്? എങ്ങനെ? തെലുങ്ക് എനിക്ക് തമിഴ് ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ പെട്ടെന്ന് പ്രോംപ്റ്റിംഗ് ഒക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യായിരുന്നു. പക്ഷെ തെലുങ്ക് ഞാൻ പെട്ടുപോയി, കാരണം എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് അവർ പറയുന്നത് അക്കടെ കൂച്ചോണ്ടി ഇക്കടെ രണ്ടി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു അക്ഷരം എനിക്ക് മനസ്സിലാവും. എനിക്ക് വീട്ടിൽ പോകണം, അതും കൂടി പറഞ്ഞേ. ഇന്ത്യക്ക് രാവാല വീട്ടിൽ പോകാവോ എന്നുള്ളതാണ്. ഇന്ത്യക്ക് വേണ്ടി വീട്ടിൽ ഇന്ത്യക്ക് രാവാല. ഇന്ത്യക്ക് രാവാല എവിടെ എങ്ങാനും അവിടെ പോയി പെട്ട് കഴിഞ്ഞാൽ ആകെ പറയാനുള്ളത് ഇത് മാത്രം കറക്റ്റ് അല്ല, കാരണം ഞാൻ ഇപ്പൊ കുറേ ആയി ഞാൻ തെലുങ്ക് ചെയ്തിട്ട്. ഞാൻ തെലുങ്ക് അവിടെ ചെയ്ത അവസാന ഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഞാൻ കൃത്യമായിട്ട് സെന്റൻസ് ഒക്കെ ഇങ്ങനെ പറയായിരുന്നു. ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സെന്റൻസ് ഒക്കെ ഉണ്ടാക്കായിരുന്നു, ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഡയറക്ടറൊക്കെ ഞാൻ സംസാരിക്കായിരുന്നു തെലുങ്കിലൊക്കെ. ഇപ്പൊ പക്ഷെ ആ കണക്ഷൻ വിട്ടുപോയി. അവിടെ നിന്ന് ഞാൻ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അത് ഷൂട്ടിംഗ് ബാംഗ്ലൂരും ആയിരുന്നു. അപ്പം എനിക്ക് 2 ലാംഗ്വേജ് കിട്ടിയായിരുന്നു. ഇത് കന്നഡയും ഞാൻ സംസാരിക്കായിരുന്നു, തെലുങ്കും ഞാൻ അത്യാവശ്യം സംസാരിക്കായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഒരു തെലുങ്ക് മൂവിയിലേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഞാൻ പോകും. തമിഴാണോ തെലുങ്കാണോ മലയാളമാണോ ഏറ്റവും കൂടുതൽ ചെയ്യണം ആഗ്രഹമുള്ളത്? തമിഴ് എനിക്ക് ഭയങ്കര അവിടത്തെ ഒരു സോൺ ഇവിടത്തേക്കാളും ഡിഫറെന്റ് ആണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന മാനത്തെ കൊട്ടാരവും എനിക്ക് ഹാപ്പിയാണ്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാനാണ്. എന്തുകൊണ്ടാണ് മോൻഷ സിനിമയിലേക്ക് ഒരു എൻട്രി വെക്കാതെ? സെലക്ട് ചെയ്യുന്നതിന്റെ ഇതാണോ, അല്ലെങ്കിൽ ആൾക്കാർ വിളിക്കാനുള്ളതിന്റെ ഒരു ടൈമാണോ, എന്താണ്? മഞ്ഞുരുങ്ങാനം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു, എനിക്ക് സിനിമ ചെയ്യണം, ഞാൻ സിനിമയിൽ ഞാൻ സ്റ്റാർ ആവണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ മഞ്ഞുരുങ്ങാലം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച എനിക്ക് സിനിമയിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വിളിക്കുന്ന ഞാൻ വിചാരിച്ചിട്ട്, പക്ഷെ ഞാൻ 1-2 ഓഡിഷനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും എന്നെ സെലക്ട് ചെയ്തില്ല. അറിയില്ല, ഞാൻ ലീഡിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സിനിമ പിന്നീട് റിലീസായി ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ എനിക്ക് സിനിമ ചെയ്യണം, സിനിമയിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആവണം അങ്ങനെയൊന്നും. ഇപ്പത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ എനിക്കിപ്പോ വരുന്നത് എന്തോ അത് വൃത്തിയായിട്ട് ചെയ്യാം. അല്ലാണ്ട് ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് ലീഡായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇനി സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്യാരക്ടർ റോളായിരിക്കും, അല്ലെങ്കിൽ വളരെ ചെറിയ റോളായിരിക്കും. അപ്പോൾ ആ സ്പേസ് പോയി നിൽക്കുന്ന സമയത്ത് നമ്മളവിടെ ഒരു രാജ്ഞിയെ പോലെ ജീവിച്ചിട്ട് ഇവിടെ അങ്ങനെയുള്ള ഒരു ഫീൽ എനിക്ക് 1-2 വട്ടം വന്നു. അപ്പൊ ഞാൻ വേണ്ട, നമ്മൾ ഇത് തന്നെ ഹാപ്പിയാണ്, ഇത് പിന്നെ വേറെ ടെൻഷൻ ഇല്ല, ഒരു വർക്ക് കമ്മിറ്റ് ചെയ്താൽ 2 വർഷം സുഖമായിട്ട് പോവും. അതും ഇതായിട്ട് എനിക്ക് നല്ല ഓഡിയൻസ് ആണ്, നല്ല സപ്പോർട്ട് ഉണ്ട്, വേറെ പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല. വരുമ്പോ നല്ല ഓപ്ഷൻസ് വരുമ്പോ നല്ല ജെനുവിൻ ആയിട്ടുള്ളത്, നല്ല നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലൊക്കെ നിന്നിട്ട് വരാണെങ്കിൽ എന്തായാലും ചെയ്യും. അല്ലാത്ത പക്ഷെ ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ ഇപ്പൊ എനിക്ക് ടൈമില്ല. നമ്മുടെ ജാനുകുട്ടിയുടെ സിനിമ കാണാനുള്ള ഭാഗ്യം എത്ര പെട്ടെന്നുണ്ടാവും. നമ്മുടെ ഇന്റർവ്യൂ കൂടി തന്നെ ഏതെങ്കിലും ഡയറക്ടേഴ്സ് കണ്ടിട്ട് വിളിക്കട്ടെ. സീരിയലിലേക്ക് എത്തിയത് അതെങ്ങനെയായിരുന്നു എത്തിയത്? എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഈ ടി വിയിലൊക്കെ കാണുമ്പോൾ, അന്ന് കൈരളി ടി വിയിൽ ആകെ ഉണ്ടായിരുന്ന ജോൺ ബ്രിട്ടാസ് സാറിന്റെ ഇന്റർവ്യൂസ്. അപ്പൊ പുള്ളിന് ഉണ്ടായിരുന്നു, നമ്മൾ കുറച്ചധികം കാണും. എന്റെ വീട്ടിൽ അങ്ങനെ ടി വി പോലും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു കുറച്ച് പ്രായം കഴിഞ്ഞിട്ടാണ് ടി വി ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതൊക്കെ. പിന്നെ സിനിമയ്ക്ക് നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ പോകാറില്ല. എപ്പോഴെങ്കിലും നമ്മളിപ്പോൾ എൻ്റെ അച്ഛനെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ 10 ആൾക്കാരോട് ചോദിക്കും, അതിൽ 2 പേര് മോശമാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകത്തില്ല. അങ്ങനെയായിരുന്നു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് ഈ ഇന്റർവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ കണ്ണാടിന് മുന്നിൽ നിന്നിട്ട് എന്നെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ, ഞാൻ അതിന് ഉത്തരം പറയുന്നതൊക്കെ വളരെ ചെറുപ്പത്തിൽ ഞാൻ അതിനൊരു ഉത്തരം കൊടുത്തു. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഡ്രാമ ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വയനാട്ടിൽ ഉള്ളവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ അതിനപ്പുറം നമുക്ക് വേറെ ലോകമൊന്നുമില്ല, എന്ത് സിനിമ എന്ത് സീരിയല്. പക്ഷെ ഡ്രാമ ചെയ്യാൻ അന്ന് ഭയങ്കര ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ PG ചെയ്യുന്ന സമയത്ത്
എൻ്റെ ഒരു ഫ്രണ്ട് അവള് ആണ് എൻ്റെ ഫോട്ടോ ഈ മഞ്ഞുരുങ്കാലത്തിന്റെ കാസ്റ്റിംഗ് കോളിലേക്ക് അവൾ എടുത്ത് അയച്ചു. ഞാൻ അഭിനയിക്കുന്ന ഡ്രാമയൊക്കെ ചെയ്യുന്നു. അതെ, അങ്ങനെ അവള് ഫോട്ടോ അയച്ചിട്ട് പിന്നെ എന്നെ ജോയ്സ് സാർ അവിടെ നിന്ന് വിളിച്ച് ഞാനും അച്ഛനും കൂടെ പോയി ഓഡീഷൻ കൊടുത്തു. ഓഡീഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ജോയ്സ് സാർ ഇങ്ങനെ എനിക്കൊരു ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു പേപ്പർ വന്നിട്ട് ഇതൊന്ന് മോനിഷ വായിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചു. പിന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവോ എന്ന് പറഞ്ഞു. അത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അടുത്ത മാർച്ച് ഈ ദിവസം ഇങ്ങനെ വന്നാൽ മതി. അങ്ങനെ ഫിക്സ് ചെയ്തു എന്നെ. സന്തോഷം. ഇവിടെ കുറെ പേരൊക്കെ പറയാ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മേഖലയിലേക്ക്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാനും നികിതയും കുറച്ച് കാണാനൊക്കെ ഒരു സാമ്യം ഉണ്ടായിരുന്നു. അങ്ങനെ സാറിന് ഞാൻ ഓക്കെ ആയിരുന്നു. നോർമലായിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കോമഡി വരുമ്പോ ചിരിക്കുന്നത് നോർമൽ ചിരിക്കുന്നത് എങ്ങനെ? നോർമൽ ചിരിക്കുന്നത് ഇങ്ങനെ. ഇതാണോ നോർമൽ ചിരി? എന്റെ അമ്മ ഇത് ഓഫ് ചെയ്യാൻ പറ്റില്ലേ? ഭയങ്കരമായിട്ട് ഞാൻ ചിരിക്കും. നല്ല ആയുസ് കൂടും. കൂടട്ടെ 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 കൂടെ എല്ലാവരും ചിരിക്കും. എല്ലാവരും ആയുസ് കൂടട്ടെ. ലൈഫിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ത് ചെയ്യാനാ? ചിരിക്കാൻ തന്നെയാണോ? പിന്നെ തീർച്ചയായിട്ടും. എന്റെ ഇന്റർവ്യൂ തുടങ്ങിയിട്ട് ഇപ്പൊ 4ാമത്തെ വർഷം ആട്ടാ ചിരി. പല ടൈപ്പാണ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിലിട്ട് അങ്ങോട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഇതൊന്നും അല്ല. തമിഴിലേക്ക് പോയപ്പോ ഞങ്ങൾ വിചാരിച്ചു അപ്പൊ ഇനി തമിഴ് സിനിമയില് അങ്ങനെയല്ല അങ്ങനെ പറയല്ലേ. തമിഴില് പോയപ്പോ കുറെ പേര് പറഞ്ഞു ആ കുട്ടി തമിഴില് കയറിപ്പോകും, ഇനി ഇങ്ങോട്ട് മലയാളത്തിലേക്ക് തിരിച്ചൊരു വരവുണ്ടാവൂല. കാരണം ജാനിക്കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ അത്രയധികം ആൾക്കാരിലേക്ക് എത്തിയ ഒരു ക്യാരക്ടർ. ഭയങ്കര അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് തന്നെ ആ ഒരു ക്യാരക്ടർ. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ കരിയറിൽ. നമുക്ക് അത് നമ്മുടെ ഫസ്റ്റ് വർക്കൊക്കെ നമുക്ക് അങ്ങനെ വരാന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. പക്ഷെ ഞാൻ എന്റെ കരിയറിൽ ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയ വർക്കും അതാണ്. എനിക്ക് ഏറ്റവും ഫെയിം തന്നതും അതാണ്. ബുദ്ധിമുട്ടാണ് എവിടെയാണ്? എന്താണ് പ്രശ്നം? അതിൽ എന്താ പറയാ, കുറെ ഞാനും ഒരു ഫ്രഷ് ഫേസ് ആയതുകൊണ്ട് എനിക്ക് അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ മൊത്തത്തിൽ സിങ്ക് ആവാത്ത ഒരു വർക്കായിരുന്നു അത്. ക്രൂ ആയിട്ട് ഞാൻ സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വർക്കിലും ഞാൻ അത്രയും പ്രഷർ എടുത്തിട്ടില്ല വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ മെന്റലി പ്രഷർ അനുഭവിച്ച വർക്കാണ് എനിക്ക് ഏറ്റവും ഫെയിം തന്നത്. ഇന്നും ഞാൻ ആ ക്യാരക്ടറിന്റെ പേരിലാണ് ഞാൻ അറിയുന്നത്. സത്യം. പിന്നെ അതിലെ ജീവൻ കൊടുത്ത് പിന്നെ അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ജോയ്സ് സാർ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റിൽ നമ്മൾ പ്രത്യേകിച്ച് അങ്ങ് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു തുള്ളി കണ്ണുനീരൊക്കെ വന്നു പോകും. അത്ര നന്നായിട്ട് എഴുതിയ സീൻസ് കാര്യങ്ങളൊക്കെയാണ്. അതാണ് ആ സീരിയലിനെ ശരിക്കും പറഞ്ഞ പില്ലർ. അതെ, ഒരു കാര്യം നമ്മളിപ്പോ സിനിമയിലൊക്കെ ചെല്ലുമ്പോൾ സീരിയലൊക്കെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്നവർ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മീൻസ് ചിലപ്പോ നമുക്ക് ഒരു സ്പേസ് അവിടെ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. അതിന്റെ ചിലപ്പോ ഈ ടെക്നിക്കൽ ടീമുകൾക്ക് നമ്മൾ പുതിയതായിരിക്കും. നമ്മൾ നായികതൊക്കെ വേറെ, അവർക്ക് നമ്മളൊരു പുതിയൊരു ഫ്രഷേഴ്സ്. അപ്പൊ ആ രീതിയിൽ എവിടെയെങ്കിലും നമ്മളെ ഒറ്റപ്പെടുത്തിയതായിട്ട് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഫസ്റ്റ് സീരിയൽ ചെയ്യുമ്പോൾ തന്നെയാണ് എനിക്ക് അങ്ങനെ കുറെ, പിന്നെ നമ്മുടെ കുറെ അറിവില്ലായ്മകൾ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് സീരിയൽ ഞാൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്റെ ആദ്യത്തെ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ എങ്ങനെ അവിടെ എല്ലാവരും കഴിഞ്ഞോ അന്നിങ്ങനെ. ഇപ്പൊ എനിക്കറിയാം, ഓക്കെ ഇത് ഒരു സീന്, ഇതിൽ ഇത്ര ഷോട്ട്സ് ഉണ്ടാവും, ഇത് കഴിയാൻ ഇത്ര നേരം എടുക്കും. മറ്റേത് അങ്ങനെയല്ല, നമുക്ക് അറിയില്ല. അപ്പോൾ പിന്നെ സജഷനൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ അഭിനയിക്കണോ, അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ എല്ലാ ഷോട്ടിലും അഭിനയിക്കണോ, അങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളതായിരുന്നു. പക്ഷെ പിന്നെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. പിന്നെ കരഞ്ഞിട്ടുണ്ട്. ഇത്രയും ചിരിക്കുന്നവര് പെട്ടെന്ന് കരയുകയും ചെയ്യും. ഇപ്പൊ ഞാൻ അത്ര ചുമ്മാ അങ്ങനെ വഴക്കിട്ട് കരയേണ്ടിയൊക്കെ വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു പോയിന്റിൽ എത്തിയപ്പോ വിചാരിച്ചിട്ടുണ്ടോ എനിക്ക് വേണ്ടായിരുന്നു? അതെനിക്ക് ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് വേണ്ടായിരുന്നു. ഇത് നമ്മള് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ തെലുങ്ക് വർക്ക് ഇതിനും ഈ മലയാളം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തെലുങ്കായിരുന്നു. അപ്പം ആ തെലുങ്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഇനി ഞാൻ അഭിനയിക്കില്ല, ഇനി എനിക്ക് അഭിനയമേ വേണ്ട, വീട്ടിൽ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങ് ഇരിക്കാം എന്ന് വിചാരിച്ച ഒരു സമയത്താണ് എനിക്ക് ഈ മാനത്തെ കൊട്ടാരത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും, മാനത്തെ കൊട്ടാരം ഞാൻ
അവരെന്നെ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് വിളിച്ചിട്ട് പോലും ഞാൻ ചെയ്യുന്നില്ല ഏട്ടാ, ഞാൻ എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ വീട്ടിൽ ഞാൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വന്നതാ, ഞാൻ തെലുങ്ക് ചെയ്തിട്ട് ഒരു 10 ദിവസം ആയിട്ടുള്ളൂ വീട്ടിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്, അപ്പം എനിക്ക് കുറച്ച് ഞാൻ വരുന്നില്ല, എന്നെ എന്ത് പറഞ്ഞു നിങ്ങൾ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എന്നെ സുധീഷ് ശങ്കർ സാറിൻ്റെ ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ എന്നെ വിളിച്ചിട്ട്, മോനിഷ നിന്റെ പേര് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, നീ എന്തിനാ ചെയ്യാതിരിക്കുന്നത്, നീ അഭിനയിക്കുക, നീ നല്ല ആർട്ടിസ്റ്റ് അല്ലേ, ഒരിക്കലും ചെയ്യാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സാറിൻ്റെ അടുത്ത് നോ പറയാൻ എനിക്ക് ഭയങ്കര, സാറിനെ എനിക്ക് പേഴ്സണലി അറിയാം, ഇവരെ ആരും എനിക്ക് പേഴ്സണലി അറിയത്തില്ല, ഞാൻ ഫോണിലൂടെ മാത്രം സംസാരിച്ചിട്ടുള്ള ആൾക്കാരെ. അപ്പോൾ സാർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എസ് പറഞ്ഞ വർക്കാണ്. പക്ഷേ ഇപ്പം ഞാനിതിൽ 100% ഞാൻ ഹാപ്പിയാണ്, അത്ര രസകരമായിട്ട് പോകുന്ന വർക്കാണ്. ശരിക്കും എന്താ പറയാ, മലയാളികളുടെ അടുത്തേക്ക് എത്തിയത് ജാനിക്കുട്ടിയായിട്ടാണെങ്കിലും ഇപ്പോ മാനത്തെ കൊട്ടാരത്തിൽ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ആള് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആളുകളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? പുറത്തേക്ക് കാണുമ്പോൾ 2 തരത്തിൽ തന്നെ ആൾക്കാർ പറയും ഇത് വന്ദനയല്ലേ എന്നുള്ളത് ഇപ്പൊ പറയാറുണ്ട്, അല്ലെങ്കിൽ അയ്യോ നമ്മുടെ ജാനിക്കുട്ടി അങ്ങനെയുള്ള ഇതിലും പറയാറുണ്ട്. അപ്പോൾ ജാനിക്കുട്ടിയാണ് ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കരമായിട്ടും ഉള്ളത്. അതെ അതെ, ആ ക്യാരക്ടർ തന്നെയാണ് പലർക്കും അങ്ങനെയാണോ. പലരും ചിലപ്പോ ഒരു ക്യാരക്ടറുടെ പേരിൽ അറിയപ്പെടും. നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ എത്രയോ വലിയ വലിയ ആൾക്കാരുണ്ട് അങ്ങനെ, ഫസ്റ്റ് വന്ന മണിയും പിള്ള അങ്ങനെയല്ലേ, എത്രയോ നല്ലൊരു ഭാഗ്യമായിട്ടാണ്. പിന്നെ ഇങ്ങോട്ട് പോരുമ്പോ ലൈഫിൽ എടുത്തേക്കുന്ന ഏറ്റവും ബെസ്റ്റ് തീരുമാനം? എനിക്കൊരു സമയത്ത് എനിക്കൊരു വെളിപാടുണ്ടായി, ഞാൻ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വൃത്തിക്ക് ചെയ്യാം, നമുക്ക് അത് വരും ഇത് വരും അങ്ങനെ അതിലൊന്നും നമ്മൾ ഒരുപാട് ബോധേഡാവാതെ എന്ത് ജോലിയാണോ ഇപ്പൊ നമ്മളോട് ഇവിടെ അടിച്ചു വരാൻ പറഞ്ഞാൽ അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യാം, അത് വൃത്തിയായി ചെയ്താലേ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് നല്ലത് വരുള്ളൂ എന്നുള്ള ഒരു ബോധോദയം എനിക്ക് ഉണ്ടായി. അന്ന് തൊട്ടിട്ടാണ് ഞാൻ എൻ്റെ വർക്ക് ഞാൻ ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഞാൻ ഒരു സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഞാൻ തെലുങ്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നാമത് ഭാഷ അറിയത്തില്ല, എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു ആ വർക്ക്. പക്ഷേ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ രാവിലെ പോയാലുണ്ടല്ലോ 6:30 പിക്ക് ചെയ്യും, 7:30, 8:30, 9:30, 10:30 ഞാനിങ്ങനെ കൗണ്ട് ചെയ്യും എത്ര അവേഴ്സ് നമ്മളിവിടെ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പം 7:30 ഇനിയിപ്പോൾ രാത്രി 7:30, ഇനിയിപ്പോൾ 2 മണിക്കൂറും കൂടെ വർക്ക് ചെയ്താൽ മതി, അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല, എത്ര നേരമായാലും എന്നുള്ളതല്ല, എന്നാലും ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോ അങ്ങനെ കൗണ്ട് ചെയ്തൊന്നും ഞാൻ നിൽക്കാറില്ല. ഞാൻ എൻജോയ് ചെയ്ത് വളരെ ആസ്വദിച്ച് ഞാൻ സീനൊക്കെ ചെയ്യാറുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെ എനിക്ക് ആസ്വദിച്ച്. സോളോ ട്രിപ്പ് ഇഷ്ടമാണോ? സോളോ ട്രിപ്പ് ഞാൻ എപ്പോഴും സോളോ ട്രിപ്പിലാണ്, ഞാൻ എവിടെ പോകണമെങ്കിലും ഒറ്റയ്ക്ക് പോകാറുള്ളൂ. കുറെ ഈ റീൽസ് ജാനിക്കുട്ടി എവിടെയൊക്കെ പോകണം, പക്ഷേ ജാനിക്കുട്ടി ജാനിക്കുട്ടി അങ്ങനെ തന്നെ ആയിരിക്കും, രജിസ്റ്റർ ആവട്ടെ, എവിടെയൊക്കെ പോകണമെന്ന് അറിയാൻ നേരെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ സത്യം പറയണം, റീൽ എടുക്കാൻ വേണ്ടി പോകുന്നതാണോ, പോകുന്ന സ്ഥലത്ത് അറിയാണ്ട് റീൽ എടുത്ത് പോകുന്നതാണോ? കുറെയൊക്കെ ഇപ്പം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ എന്ത് ചെറിയ സംഭവം കണ്ടാലും ഇത് കണ്ടന്റ് ആക്കാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്ത് സംഭവം ഞാൻ ആലോചിക്കാറുണ്ട്. എനിക്ക് സങ്കടം തോന്നിയത് പൊങ്കാലയുടെ ആ പുകയുടെ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു എന്ത് ഭക്തിയുള്ള ഒരു കുട്ടി. ഞാൻ ചെന്ന് നോക്കിയപ്പോ അതിന്റെ റീല് സത്യം പറ അവിടെ എങ്ങനെയാണ് വന്നത്? എനിക്ക് പൊങ്കാല ഇടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെ പൊങ്കാല എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ ട്രിവാൻഡ്രം ഈ മഞ്ഞൂരും കാലത്തിനൊക്കെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ പൊങ്കാലയ്ക്കൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും പൊങ്കാല ഇടണം എന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രശ്മിയും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മള് പൊങ്കാല ഇടാന്നുള്ള തീരുമാനം. പിന്നെ വന്ന സ്ഥിതിക്ക് എന്തായാലും നല്ല ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. നമ്മളാണെങ്കിൽ തലേ ദിവസം ഒരു വീട്ടിൽ വന്നിട്ട് കിടന്ന് ഉറങ്ങി തറയിൽ ഇതൊക്കെ വിരിച്ച് കിടന്നിറങ്ങി ഞാനും രശ്മിയും കൂടെ, എന്നിട്ട് രാവിലെ അവിടുന്ന് കുളിച്ച് പൊങ്കാലയൊക്കെ ഇട്ട് എല്ലാവരും പറഞ്ഞു, വന്നവരൊക്കെ പറയാണ് ഇതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഞങ്ങൾ എന്താ നേരത്തെ ചെയ്യാൻ അങ്ങനെയൊക്കെ. അതെ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. വീട് പണ്ട് പാരന്റ്സ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? എൻ്റെ അച്ഛൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ആയിരുന്നു. അപ്പൊ അച്ഛൻ മരിച്ചിട്ട് ഒരു 7 വർഷം. അമ്മ ഹൗസ് വൈഫ്. അമ്മ വയനാട്. ഇവർ രണ്ടുപേരുടെയും മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു മനുഷ്യ ഒരു കലാകാരിയായിട്ടായിരിക്കും? ഒരിക്കലും ഇല്ല. എന്റെ അച്ഛനൊക്കെ എന്നെ എപ്പോഴും കാണുമ്പോ പറയാം നിന്റെ ഒന്നും കാണാൻ ഒരു കോലം ഇല്ലല്ലോ, അങ്ങനെയായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട്. അതന്നെ, എന്റെ അച്ഛനൊക്കെ ഭയങ്കര സുന്ദരനായിരുന്നു, നല്ല ഹാൻസം ആയിട്ടുള്ള ഒരാളാണ്. ഗുണങ്ങളെല്ലാം മോക്കും കിട്ടിയിട്ടുണ്ട്. അതെ ഇച്ചിരി ഒരു പൊടിക്ക് ഇച്ചിരി
എന്നിട്ട് മറ്റേ അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഇല്ല, അവർക്ക് അങ്ങനെ ഒരു എനിക്ക് എൻ്റെ ഒരു ഇതിൽ അവർ അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് ഞാൻ കണ്ടിട്ടുമില്ല. ഓക്കെ, നമ്മുടെ മോളെ നമുക്ക് ഡാൻസ് പഠിപ്പിക്കാം, പാട്ട് പഠിപ്പിക്കാം, നമുക്ക് അതിനെ കൊണ്ടുപോകാം, അങ്ങനെയൊന്നും ഒരു എഫേർട്ട് എടുത്തിട്ടൊന്നും. പിന്നെ ആ കാലഘട്ടം അങ്ങനെ ആയിരുന്നു. നമ്മൾ എന്താ പറയുക, വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുള്ളൊരു ഫിനാൻഷ്യലി ഒന്നും അപ്പോൾ കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. നമ്മുടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് ആരാ? എന്തെങ്കിലും ഏത് അത്യാവശ്യത്തിനും വിളിക്കാൻ ഒരാളുണ്ടാവില്ല നമുക്ക്, അതാരാ? ഇപ്പോ കൂടെ ഇപ്പൊ ഇവിടെ ഒരു 3-4 പേരുണ്ട്. ഇപ്പൊ മാനത്തെ കൊട്ടാരത്തിലുള്ള അനൂപേട്ടനുണ്ട്, എന്റെ ബ്രദറായിട്ട് അഭിനയം. പക്ഷെ സീരിയല് നമ്മൾ കട്ട ഉടക്കാണ്. പക്ഷെ പുള്ളീനെ എപ്പോ വിളിച്ചാലും പുള്ളി എന്താവശ്യത്തിന് വേണമെങ്കിലും കൂടെ നിൽക്കാറുണ്ട്. പിന്നെ ദീപു ചേട്ടനുണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ. ആദ്യം പറഞ്ഞ ആളായിരുന്നു നമ്മുടെ അനൂപേട്ടൻ ഒന്ന് വിളിക്കാമോ? വണ്ടി ഓടിക്കാറുണ്ടോ? വണ്ടി ഓടിക്കാറുണ്ട്. എന്റെ പെട്രോൾ തീർന്നു, എനിക്കൊരു 50 രൂപ അയച്ചു തരുമെന്ന് ചോദിക്കും. അതൊക്കെ അനൂപേട്ടൻ അപ്പൊ തന്നെ അയച്ചു തരും. എന്ത് പറയുന്നു നോക്കാതെ. പക്ഷെ എന്റെ പെട്രോൾ പക്ഷെ അനൂപേട്ടൻ അറിയാം, ഞാനിപ്പോ ഇന്റർവ്യൂവിന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടാ വന്നത്. ഇങ്ങോട്ട് വരുന്നത് അറിയാത്ത ആരാ? രേഷ്മേനെ വിളിച്ചാ പറ്റും. രേഷ്മേനെ വിളിച്ചു നോക്കാം. പാവ അവളില്ലാന്നങ്ങനെ പറയൂ. ഹലോ എടി എവിടെയാ? ഞാൻ സിനിമ ആണ് ഇരിക്കുന്നത്. ഏത് സിനിമയാ? ഡിറ്റക്റ്റീവ് ഉജ്വലൻ. ഓ ശരി. എടി ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്റെ വണ്ടി ഇവിടെ വഴിയിലായി പോയി. ഇനി അക്കൗണ്ടിലേക്ക് ഒരു 35 രൂപ ഇട്ട് തരുമോ? 35 രൂപ? വെറും 35. ഇട്ടേരാ. നീ ഒന്ന് ജിപേയിൽ ഹായ് അയക്കോ? ഓ ആയിക്കോട്ടെ. ശരി. സിനിമ കണ്ടോണ്ടിരിക്കല്ലേ? ഓ എന്തിനാന്നും കൂടി ചോദിച്ചില്ല. 35 രൂപ, വെറും 35 രൂപ. അതായിട്ടേരാ. പാവട്ടോ, അവളെപ്പോഴും എനിക്ക് അങ്ങനെ ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. എന്തായാലും സിനിമ നടന്നോണ്ടിരിക്കുന്നോണ്ട് നമ്മള് വേറെ ഒന്നും ചോദിച്ചില്ല. പോട്ടെ, മതിയല്ലോ. ഇത്രയും കട്ടയ്ക്ക് കൂടെ നിൽക്കാവുന്ന നമുക്ക് എന്ത് നോക്കാൻ. അതെ, നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും എത്തിയത് ആരെങ്കിലും എന്താ പറയാ സപ്പോർട്ട് കൊണ്ടാണ് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താ പറയാ, നമ്മൾ രാവിലെ നമ്മളൊന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംസാരം വരെ നമ്മളെ ഫുൾ ഡേന് അത് എഫക്റ്റ് ആവും. എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള, എല്ലാവരും നല്ല രീതിയിൽ പോകുന്നൊരു വർക്കിലാണെങ്കിൽ, ഒരു വർക്കിൽ എപ്പോഴും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വർക്കിന്റെ ഡയറക്ടർ സജി സാറാണ്. സജി സാറൊക്കെ ഭയങ്കര കൂളായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ ഞാനിങ്ങനെ ചീത്ത വിളിച്ചിട്ടൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ എപ്പോഴും ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്താൽ നന്നായിട്ട് ചെയ്തു കിട്ടും എന്ന് പറയും. അത് നല്ലൊരു ഇതാണ്. പിന്നെ അരോമേന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആയതുകൊണ്ട് അവർ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവർ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് പോകും എല്ലാ കാര്യങ്ങളും. നമ്മുടെ ഡേറ്റ് ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് ഉപദേശമോ വഴക്കോ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും? എന്നോട് എല്ലാവരും നിനക്കെല്ലാം ഒരു ഫ്രീ ആണ്, ഒന്നിനോട് ഒരു ഇതില്ല, ഒരു കാര്യമായിട്ട് നീ ഒരു കാര്യത്തെ എടുക്കുന്നില്ല എന്നുള്ളത് ഇപ്പൊ എല്ലാവരും എന്നോട് പറയാം. നിനക്കെല്ലാം ഒരു ഫ്രീ മൈൻഡാണ്, നീ ഒരു കാര്യം അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അങ്ങനെ എന്നോട് ഇപ്പൊ എല്ലാവരും പറയാറുണ്ട്. ഇപ്പൊ എന്നോട് അത് കുറച്ച്, കാരണം ഞാൻ എല്ലാത്തിനും ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുക്കാറുള്ളൂ. ഒന്നും നമുക്കൊരു പ്രശ്നമാണ്, വലിയ ഇഷ്യൂ ആണെങ്കിലും ലൈഫിലെടുത്തേക്കുന്ന ഒരു മോശം തീരുമാനമായി പോയെന്ന് വിചാരിക്കുന്നത് എന്താണ്? അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാലേ ഇല്ല കേട്ടോ. രേഷ്മയാണ് ഞാൻ അവളോട് എടുത്തിട്ട് പറയട്ടെ. ഞാൻ ലാസ്റ്റ് 1-1. രേഷ്മ, ഇത് ഞാനുണ്ടല്ലോ ജാങ്കോ സ്പേസിന്റെ ഒരു ഇന്റർവ്യൂവിന് വന്നതാ. അപ്പൊ അവര് നിന്നെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. പൈസ വേണ്ട, നിന്റെ സ്നേഹം മാത്രം മതിയെന്ന് ഇവർക്ക്. എന്തായാലും രേഷ്മ, താങ്ക് യു. രേഷ്മ, താങ്ക് യു. ഇങ്ങനെ എപ്പോഴും കൊടുക്കണോട്ടോ. ഓക്കെ, അടുത്ത ഇന്റർവ്യൂവിൽ ഒരു 35,000 രൂപ ഞാൻ അയപ്പിക്കുന്നുണ്ട്, ശരിയാക്കി തരാം. ഓക്കെ, സിനിമ കാണട്ടെ. എന്താ സിനിമയൊക്കെ വിട്ട് കളഞ്ഞോടെ? ഇതിലായി ചിന്ത, നമ്മൾ പറഞ്ഞു കേൾക്കാര്. എന്തായാലും അടിപൊളിയായിട്ട് ഇപ്പൊ നമ്മുടെ മൊത്തത്തിൽ ഇപ്പൊ എല്ലാം നോക്കുകയാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാരുടെ നല്ല രീതിയിൽ സപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി എന്താണ് ഫ്യൂച്ചറിലേക്ക്, എന്താണ് എൻ്റെ ലൈഫിൽ ഇനി വേണം, അല്ലെങ്കിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇനി ഫ്യൂച്ചറിൽ എൻ്റെ ഒരു ചെറിയ ബിസിനസ്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വയനാട്ടിൽ അതിങ്ങനെ അവസാന സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
അപ്പൊ അത് രണ്ട് മാസം കൊണ്ടൊക്കെ അത് ഹോം finish സ്റ്റേ ആവും. ആണോ? ആ അല്ല വയനാടല്ലേ? ചുമ്മാ കൈന്നിട്ട് നോക്കിയതാ. ഇതെങ്ങനെ അറിഞ്ഞു? അറിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നീ വല്ല ജോത്സ്യനങ്ങനാണോ? വയനാടാണ് ചുമ്മാ ഒന്ന് കൈന്നിട്ട് നോക്കിയതാ. അങ്ങനെ കറക്റ്റ്. കാരണം ഒരുപാട് ആൾക്കാർ പോകാൻ ഇഷ്ടപ്പെടുന്ന ചെറുപ്പം പോയി ജനിച്ചു വളർന്നൊക്കെ വയനാട്ടിൽ തന്നെ. വയനാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വയനാട് ജീവിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ്. നമ്മളിങ്ങനെ പ്രകൃതി രമണീയമായിട്ടൊക്കെ ജീവിക്കാം. പക്ഷെ എനിക്കൊക്കെ ഫീൽ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ട്രാവലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ അച്ഛൻ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസിക്ക് ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനില്ലായിരുന്നു. ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു 3 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കോഴിക്കോട് എത്തണമെങ്കിൽ അപ്പൊ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് ട്രാവലിംഗും നമ്മുടെ ഹെൽത്ത്. അച്ഛനെ വീട്ടിൽ വെച്ചിട്ടാണോ ഇത്? അച്ഛനും വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അച്ഛനിങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് കുഴഞ്ഞു വീണ് ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ തന്നെ അച്ഛൻ മരിച്ചു. അങ്ങനെയായിരുന്നു. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മാത്രം നമുക്കിങ്ങനെ ഇത് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്, ഞാൻ രാത്രി 1 മണിക്കാണ് ഞാനിത് അറിയുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റിട്ട് ഞാനിത് സ്വപ്നം കാണുകയാണെന്നുള്ളൊരു അച്ഛൻ മരിച്ചു. അച്ഛന് വയ്യാന്ന് എനിക്ക് വൈകുന്നേരം ഇൻഫർമേഷൻ കിട്ടി. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ കോഴിക്കോടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ മരിച്ചു എന്നുള്ളത്. അപ്പം നമുക്ക് അച്ഛന് ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ എന്നെ എപ്പോഴും വിളിക്കുന്ന എന്തായാലും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ചോദിക്കുന്ന ആള് പുള്ളി മരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ഞാനപ്പോൾ ഒരു 3-4 മണിക്കൂറത്തേക്ക് ഞാൻ വിചാരിക്കുന്നത് ഞാൻ സ്വപ്നം കാണുകയാണ്, ഇതൊന്നും നടന്നിട്ടില്ല, സ്വപ്നം കാണുകയാണ്, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ റിയാലിറ്റീനെ ഫേസ് ചെയ്യുമ്പോഴാണല്ലോ. എന്നാൽ അത് കടന്നു പോവാനാണ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തത്. കുറച്ച് കാലത്തേക്ക് പകരം വെക്കാനില്ലാത്ത. അതെ ഇപ്പോഴും നമുക്ക് ആ ഒരു നഷ്ടം ഉണ്ടല്ലോ നമ്മുടെ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ അച്ഛാ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യണ്ടേ, ഇങ്ങനെ ഒരു കാര്യം. ഇപ്പൊ അങ്ങനെ ആരുമില്ല. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഫോൺ ചെയ്തിട്ട് ഒരു കാര്യം പറയാൻ ഒരാളില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു സ്ട്രോങ് പില്ലർ ഇല്ലാത്തത് ഭയങ്കര പ്രശ്നമാണ്. അച്ഛനെ എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. എന്തായാലും അച്ഛൻ എവിടെ ഇരുന്നിട്ട് ഇതെല്ലാം കാണുന്നുണ്ട്, ഹാപ്പി ആയിട്ട് ഇതെല്ലാം കാണുന്നുണ്ട്. നമുക്ക് എല്ലാവരുടെയും ലൈഫിൽ എല്ലാം സക്സസ് ആവണമെന്നൊന്നുമില്ല. എല്ലാവരും ജീവിതത്തിൽ പല കാര്യം, പക്ഷെ അവിടുന്ന് റിക്കവർ ചെയ്ത് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മോനിഷയുടെ കാര്യത്തിൽ തന്നെ അറിയാം, ഞാൻ അത് എടുത്ത് പറയലിക്കൊന്നും പോകുന്നില്ല നമ്മള്. പക്ഷെ ലൈഫിൽ എടുത്തേക്കുന്ന ഒരു പാർട്ട് പകുതിക്ക് വെച്ച് നമ്മളത് അടുത്ത സ്റ്റേജിലേക്ക് മാറേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചും കാര്യങ്ങളൊക്കെ കുറെ പേര് കുറ്റപ്പെടുത്തിയും അങ്ങനെ കുറെ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഭയങ്കര, കാരണം നമ്മൾ ഇതൊന്നും ബാധിക്കില്ല എന്നുള്ള രീതിയിലാണ്. ആ ഒരു തിരിച്ചറിവ് എങ്ങനെയാണ് ഇങ്ങനെ റിക്കവർ? പലർക്കും പറ്റിയിട്ടില്ല അത്. എനിക്ക് എൻ്റെ ലൈഫിൽ എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ സമയത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡൗൺ ആയി പോയിട്ടുണ്ട്. ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മൾ സൂയിസൈഡ് ചെയ്യാം. കാരണം എൻ്റെ മൈൻഡ് അത്ര അപ്സെറ്റ് ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷെ ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ, കാലം ആ വേദനകളെ കുറയ്ക്കും. സമയമാണ് എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പൊ ബ്രേക്കപ്പ് ആയി, ഓക്കെ ഇനിയിപ്പോൾ ജീവിതം ഇല്ല എന്നൊക്കെ വിചാരിക്കുന്നവരോട്, എൻ്റെ അറിയുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ സമയം എടുക്കുക, നിങ്ങൾ റിലാക്സ് ആവുക. നിങ്ങൾ അയ്യോ അതില്ല എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും വരാൻ പോകുന്നില്ല. പക്ഷെ നാളെ ഒരു നല്ല ദിവസമുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചതടക്കം ഞാൻ അന്ന് കരഞ്ഞ അത്രയും ഞാൻ ഇന്ന് കരയുന്നില്ല. കാരണം എനിക്ക് വേദനേൻ്റെ ആഴം കുറഞ്ഞു. വേദനയാണ്, പക്ഷെ അതിന്റെ കനമില്ല ഇപ്പൊ അത്രയും. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. സമയമാണ് അതിന്റെ ഒരു ആഘാതത്തെ കുറയ്ക്കാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ജീവിതത്തിൽ ആരും ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നവരെ ഹാപ്പി ആയിട്ട് ജീവിച്ച് മരിക്കുന്ന ആരുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ സ്ട്രോങ് ആക്കുന്നത്, നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിലേക്ക് തോട്ട്സ് കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ അനുഭവങ്ങൾ എപ്പോഴും നല്ലതാണ്. അത് നമ്മൾ മനുഷ്യർ അതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ ജീവിതം പല രീതിയിലേക്ക് മാറ്റുക. അപ്പോൾ എനിക്ക് ഏറ്റവും മോശം സമയത്തൊക്കെ ഞാനിരുന്ന് ഇങ്ങനെ എഴുതുമായിരുന്നു. എൻ്റെ അമ്മയും ചെയ്യുമായിരുന്നു അത്. ഇങ്ങനെ നമ്മൾ ചുമ്മാ മനസ്സിൽ വരുന്നത് ഇങ്ങനെ വെറുതെ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ വളരെ നല്ല മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വളരെ മോശം ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. എൻ്റെ അടുത്തുനിന്ന് ഒരു 30,000 രൂപ കടം വാങ്ങിയിട്ട് അടുത്ത ദിവസം തന്നെ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് എൻ്റെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ച് അതിൻ്റെ വോയിസ് നോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അവന് പൈസേന്റെ ആവശ്യം വന്ന സമയത്ത് നമ്മുടെ അടുത്തുനിന്ന് മേടിച്ചു. പക്ഷെ
അതിന് നമ്മളെക്കുറിച്ച് വേറൊരാളോട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ സംസാരിച്ച് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെ എൻ്റെ അടുത്ത് നിങ്ങൾ പൈസ കടം വാങ്ങുന്നത്? ഞാൻ അത്രയും മോശമായിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യഘട്ടത്തിൽ എൻ്റെ അടുത്ത് നിന്ന് പൈസ കടം മേടിച്ചിട്ട് നിങ്ങൾ എന്നെക്കുറിച്ച് എങ്ങനെയാണ് അത്ര മോശമായിട്ട് സംസാരിക്കാം? അപ്പൊ അത്തരം ആൾക്കാരുണ്ട്, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരെയും നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, നമുക്കൊരു നല്ലൊരു രണ്ടുപേരും ഒരുമിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ, അതിന് ഒരു അറ്റം വരെ പോകണമെങ്കിൽ അവിടെ എന്താണ് വർക്കൗട്ട് ആവേണ്ടത്? അവിടെ നല്ല ഫ്രണ്ട്ഷിപ്പാണ് വർക്കൗട്ട് ആവേണ്ടത്. ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ ഒന്നും, എല്ലാ റിലേഷൻഷിപ്പിന്റെയും അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റണം. പിന്നെ ഞാൻ എല്ലാവരുടെയും ഇതിൽ കണ്ടിട്ടുള്ളത്, സൗഹൃദങ്ങളിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരാളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ എന്നെയൊക്കെ ഒരാൾ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ നീ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അത് ചെയ്യും. അതെനിക്ക് അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലില്ല ഞാനിപ്പോ. നിങ്ങൾ ആരാ അത് പറയാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് അങ്ങനെ ഒരു തോട്ടാ വരാം. അപ്പൊ അങ്ങനെ ഒരു കൺട്രോളിങ് ഇല്ലാത്തത് കൊണ്ട്, പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ വളരെ അലേർട്ടാണ്. ഓക്കെ, നമ്മൾ വേണ്ടാത്ത ഒരു പരിപാടിക്ക് നിൽക്കരുത്, വളരെ നന്നായിട്ട് ജീവിച്ചു പോവുക, ആവശ്യമുള്ള വേണ്ടാത്ത ഒരു അനാവശ്യ പരിപാടിക്കും പോകരുത് എന്നുള്ളത് കൊണ്ട്. അപ്പൊ നമ്മളെക്കുറിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. തീർച്ചയായിട്ടും രണ്ടുപേര് ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരെ കൺട്രോൾ ചെയ്യാതിരിക്കുക. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യട്ടെ. ഈ ഭൂമിയിൽ ആകെ ഒരു പ്രാവശ്യമല്ലേ ജീവിക്കുന്നുള്ളൂ. പിന്നെ ഒരിക്കലും നമ്മൾ രണ്ടുപേര് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ജീവിതകാലം മുഴുവൻ ഒരാളുടെ കൂടെ ജീവിക്കാമെന്നുള്ള ഒരു കരാറും അല്ല അത്. ആളുകൾ ഞാനിപ്പോൾ 20 വയസ്സിൽ ചിന്തിച്ച പോലെയല്ല 30 വയസ്സിൽ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ 50ാമത്തെ വയസ്സിൽ ഞാൻ വേറെ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. ആളുകളുടെ ചിന്തകൾ മാറാം, എല്ലാ മനുഷ്യർക്കും മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഒരു ഇത് സെറ്റിലായി നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ വിട്ടേക്ക് അവരവരുടെ പാട്ടിന്. അവസാനം വരെ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് മനസ്സ് മടുത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഹാപ്പി ആയിട്ട് ഈ ഭൂമിയുടെ കോണിൽ എവിടെയെങ്കിലും ജീവിച്ചിരിക്കട്ടെ. അതാണ് എനിക്ക്, ഇതാണ് പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാവരും. ജീവിതത്തിൽ ഞാൻ പകച്ചു നിൽക്കരുത്, തിരിച്ചു പോരണം. ഒരൊറ്റ ഇതുമായി ഒരു ചെറിയൊരു കാര്യം കൂടി, ഇപ്പൊ ഒറ്റയ്ക്ക് ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഏതെങ്കിലും സമയത്ത് നമുക്ക് തിരിച്ച് ഇങ്ങനെ റിവേഴ്സ് അടിക്കാറുണ്ടോ? ഒറ്റപ്പെട്ട് പോകുന്നുണ്ടോ ഞാനൊരു തോന്നലിലേക്ക് പോവാറുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പോ ഒരു 10 ദിവസം, എന്റെ കഴിഞ്ഞ ഒരു 10 ദിവസം എടുത്തു എന്ന് വിചാരിച്ചോ, ആ 10 ദിവസത്തിൽ ചിലപ്പോൾ 2 ദിവസമായിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ആരും ഇല്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്കായി പോയല്ലോ എന്നുള്ള ഒരു ഫീലിങ്സ്. അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ, 10 ദിവസത്തിൽ 2 ദിവസം അങ്ങനത്തെ ഫീൽ ഉള്ളൂ, ബാക്കി 8 ദിവസം ഞാൻ ഹാപ്പിയാണ്. അപ്പൊ പിന്നെ ഇതെല്ലാം അങ്ങനെ വിഷമിച്ചിരുന്നുണ്ട് എപ്പോഴെങ്കിലും? കമന്റ് ഒക്കെ കണ്ടിട്ട് കമന്റ് ഒന്നും എന്നെ ബാധിക്കാറില്ലെന്നേ. അതിന്റെ അപ്പുറം വന്നേക്കുന്നത് അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് പിന്നെ കമന്റ് ഒന്നും എന്നെ ഒന്നും എന്റെ രോമത്തിൽ ബാധിക്കില്ല. കമന്റ് ഇടുന്നവരോട് വെറുതെ സമയം കളയണ്ട, നോക്കാറും കൂടിയില്ല ഒന്നും. എന്തായാലും ഇപ്പം ഒരുപാട് പുതിയ സൗഹൃദങ്ങളും ഇതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ വരുമ്പോൾ തന്നെ പറഞ്ഞു, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസാണ് ഉണ്ടാക്കുന്നത്. പ്ലസ് നമ്മൾ പല സ്ഥലങ്ങളിൽ താഴത്തേക്ക് വീണിട്ടും അവിടുന്ന് ഹൈ ലെവലിലേക്കാണ് കയറി വരുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും എന്താ പറയാ, ഒരു നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ? നമ്മൾ മുമ്പോട്ട് ജീവിതത്തിന്റെ ബേസ് എപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ലൈഫിൽ ആരെങ്കിലും എവിടെയെങ്കിലും അച്ഛനെ ആയിരിക്കും, അല്ലാതെ വേറെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ മാറ്റി വെക്ക്, നമ്മുടെ കൂടെ പഠിച്ചവരാവാം, നമ്മൾ ഒരു ടൈമിൽ നമ്മളെല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സ് ആവാം, ആരെങ്കിലും ഒരാളെ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, മിസ് ചെയ്യുന്നില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കാരണം ഞാൻ ആരിൽ നിന്നും ഇപ്പൊ ഒന്നും എക്സ്പെക്ട് ചെയ്യാറില്ല. ഫസ്റ്റ് പ്രപ്പോസൽ ഒന്ന് എപ്പോഴാന്ന് ഓർമ്മയിടാം? ഞാനും 10ാം ക്ലാസ് പഠിക്കുമ്പോഴേക്കും. അതിന് മുമ്പ് എപ്പോഴെങ്കിലും വിഷമമുണ്ടായിരുന്നു എന്നെ ആരും പ്രപ്പോസ് ചെയ്യുന്നില്ലല്ലോ? അതിന് മുന്നേ അപ്പോഴൊക്കെ കുറച്ചൊക്കെ ഗ്ലാമർ കുറവാണ്. എനിക്കെന്താ വീട്ടിൽ നിന്നും അച്ഛൻ്റെ ഇടയ്ക്ക് പറയുന്നത്. ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് എങ്ങനെയായിരുന്നു? അയ്യോ പാവോട്ടോ, ഞാൻ ഇപ്പോഴും ടൗണിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, നമ്മൾ വർത്താനൊക്കെ പറയാറുണ്ട്. അന്ന് അവൻ അങ്ങനെ സൈക്കിളിൽ വന്നിട്ട് ഒരു വാലന്റൈൻസ് ഡേക്ക് എനിക്കൊരു പൂവൊക്കെ തന്നിട്ട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് പറഞ്ഞു? തിരിച്ചെന്ന് പറഞ്ഞു? അപ്പോ ഞാനൊന്നും പറഞ്ഞില്ല. പൂവ് മേടിച്ചെടുത്തിട്ടെ ഒന്നും പറയാണ്ട് പോയേക്കണം. ഇങ്ങനെയുള്ള പെൺകുട്ടികളാണ് ആണുങ്ങളെ വേറെ രീതിയിലേക്ക് പറഞ്ഞു വരുന്നത്. അത് അപ്പൊ പറയാൻ പറ്റില്ല, ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്തു, അത് പറയില്ല. അങ്ങനെ അപ്പൊ പറഞ്ഞില്ല, ഞാൻ പറയില്ല. ഫസ്റ്റ് റിലേഷൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് എപ്പോഴാ? പ്ലസ് ടു ആണ്. അത് എത്ര നാളത്തേക്കുള്ളായിരുന്നു? അത് ഇപ്പോഴും നമ്മൾ നല്ല കമ്പനിയാണ്. അതുകൊണ്ട് ഞാൻ
ഇപ്പോഴും വിളിച്ചിട്ട് എടാ കുറച്ച് പൈസ ആവശ്യമുണ്ടെങ്കിൽ നീ ഒന്ന് കടം തരുമെന്ന് വെച്ചാൽ അവൻ ഇപ്പോഴും എനിക്ക് ഇട്ട് തരും. നമ്മള് കാണാറില്ല, പക്ഷെ കോണ്ടാക്റ്റിലുണ്ട്. എന്റെ എല്ലാ കാമുകന്മാരും എന്റെ കോണ്ടാക്റ്റിലുണ്ട്. നമ്പർ ഉണ്ടോ? ഏകദേശം എത്ര പേരുണ്ടാവും? ഒരു 3-4 പേര് ഞാൻ പറഞ്ഞ നമ്പറിൽ തന്നെ 3 പേര് കഴിഞ്ഞു. നമ്മളിപ്പോഴും നല്ല സൗഹൃദത്തിലുള്ള 3-4 ആൾക്കാർ. നിങ്ങൾ കാമുകം എന്ന് പറയുന്നത് തെറ്റിയിരിക്കട്ടെ, നിങ്ങൾ സൗഹൃദത്തിലാണ്, സുഹൃത്തുക്കളെ സൗഹൃദത്തിലാണ്. എല്ലാരും ലൈഫൊക്കെ സെറ്റിൽ ആയി, അവരവരുടെ ഫാമിലി. എല്ലാരും ഓരോ ജോലിയൊക്കെ. പിന്നെ ഞാൻ കയറി അതിൽ വിളിച്ച് അവരെ കുത്തിത്തിരിപ്പുണ്ടാകുന്നത് എനിക്കാണെങ്കിൽ ആരുടെ ആവശ്യമായിട്ട് ഇല്ലേ താനും. നമ്മളവിടെ ഒറ്റയ്ക്ക് സമാധാനത്തിൽ ജീവിക്കാം. ഓക്കെ, എന്തായാലും അടിപൊളി. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഒരു വലിയൊരു അവാർഡ് നൈറ്റിൽ ഒരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് മേടിക്കാൻ വേണ്ടി സ്റ്റേജിൽ നിൽക്കുന്ന മനുഷ്യരെയാണ്. അത് ഏത് ഇന്ത്യൻ സിനിമയിൽ എവിടെന്നെങ്കിലും ഏത് ഭാഷയൊന്നുമില്ല, അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ. ഈ ചിരി മായാതെ എത്രയോ എപ്പിസോഡുകൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം ഉണ്ടാകും. താങ്ക് യു. ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ എപ്പോഴും ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരാളെ അല്ല, എന്നെ താൻ ഇങ്ങനെ വിളിച്ചു വേർപ്പിച്ചതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്യണം കേട്ടോ. ഇല്ല പറഞ്ഞോ, ഞാൻ ഇങ്ങനെയാണ് ഓരോരുത്തരെ വിളിച്ച് വെറുപ്പിച്ചോടെ കൊണ്ടുവരും. പക്ഷെ ഭയങ്കര സന്തോഷം വിളിച്ചതിലും കണ്ടതിലും. ഓക്കെ പിന്നെ, അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി ലൈഫിൽ എവിടെയും നമ്മൾ പകച്ചു നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവില്ല. അതുണ്ടാവില്ലെന്ന് അറിയാം. അയൺ ലേഡി ആയിട്ടാണ് അതിന് മുമ്പിലിരിക്കുന്നത്. പലർക്കും ഇതൊരു പാടാണ്. എവിടെയും നമ്മൾ മടിച്ചു നിൽക്കരുത്, മുമ്പോട്ട് തന്നെ പോവാം. ലൈഫിൽ എന്തൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനിരിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും അമ്മയും കൂടെ നമ്മൾ സിംഗപ്പൂർ, മലേഷ്യ നമ്മളിങ്ങനെ ട്രാവലൊക്കെ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഉഫ് പണ്ടെങ്ങാനും വെച്ച് ജീവിതം നിർത്തി പോയിരുന്നെങ്കിൽ ഇതൊന്നും സത്യം അല്ലേ. ഒരിക്കലും നിങ്ങളെ ജീവിതത്തിൽ ചെയ്യരുത്. ആർക്കാ പോണേ? നമുക്ക് മാത്രമാണ് ഗൈസ്, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. അതെ, നമുക്ക് മാത്രം. അന്ന് ഇപ്പൊ ഒരു 10 വർഷം മുമ്പ് സൂയിസൈഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ സീരിയലിൽ വരെ നിറഞ്ഞു നിൽക്കാൻ പറ്റുമോ? നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നല്ല ആൾക്കാരായിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഓക്കെ, നന്നായി വരും. അപ്പൊ ഓക്കെ, വളരെ സന്തോഷത്തോടെ. അപ്പൊ ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.